ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വിചാരിക്കും ഞാൻ ഈ ഉന്തുവള്ളിയും പിടിച്ച് എന്നും എങ്ങോട്ടാണ്. എന്തു പറയാനാ, കുറേ തേങ്ങ പിന്നെയും തെങ്ങിൻ ചോട്ടിൽ കൂടെ കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കുറേ പറക്കിയെടുത്തതാണ്. പിന്നെയും കിടക്കും, ഒരുപാട് തേങ്ങ വീഴുന്നുണ്ട്. അങ്ങനെ തേങ്ങ ഇടാൻ ആളെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. അവൻ ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ പിന്നെ വീഴുന്ന തേങ്ങ മുഴുവൻ അങ്ങ് പറക്കിയെടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിള്ളേരെയും കൂട്ടി വൈകുന്നേരം ഇറങ്ങിയതാട്ടോ. വീണ് കിടക്കുന്ന തേങ്ങ മുഴുവൻ പറക്കിയില്ലെങ്കിൽ പന്നിയുടെ ശല്യം കണ്ടമാനം ഉണ്ട് കേട്ടോ. പന്നി മനുഷ്യരെ പൊതിക്കുന്ന മാതിരി പൊതിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ തേങ്ങയെല്ലാം എടുത്ത് വെച്ച് പോകും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് വീഴുന്ന അങ്ങ് പറക്കിയെടുത്താൽ നല്ലതല്ലേന്ന് ഓർത്ത്. ഇപ്പോഴാണെങ്കിൽ തേങ്ങയ്ക്ക് വിലയുമാണ്, വീട്ടിലെ എണ്ണയാണെങ്കിൽ തീരാറായി, മഴ കാരണം കൊണ്ട് ഉണക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഓരോ സ്ഥിതിയിലാണ്. മഴ പെയ്തിട്ടേ ചകിരിയെല്ലാം നനഞ്ഞ് കുതിർന്നിട്ട് നല്ല കനാട്ടോ തേങ്ങയ്ക്ക്. അപ്പം ഞാൻ ഒരു പഴയ ചാക്ക് എടുത്തുകൊണ്ട് വന്നേ. ആ ചാക്കിനകത്തേക്ക് തേങ്ങ ഇട്ടിട്ട് ആ ചാക്ക് മുഴുവൻ കീറിപ്പോയി. ഞാൻ ഈ തേങ്ങ പോകുന്ന വഴിക്ക് മുഴുവൻ ഞാൻ അറിയുന്നില്ല, തേങ്ങ മുഴുവൻ വഴി കൂടെ വീണ് കിടക്കുക. ഇതാട്ടോ നമ്മുടെ കുരുമുളകും തോട്ടം. നമ്മൾ ഈ കവുങ്ങേ കൂടെയാണ് കയറ്റി വിട്ടേക്കുന്നത്. ഞാൻ കണ്ണ് തിരിഞ്ഞ നേരെ നോക്കി ആ പിഞ്ച് കുരുമുളക് മുഴുവൻ ആ പിള്ളേർ പറിച്ചെടുത്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി അവിടെ നിന്ന് വേഗം ഇവരെയും കൂട്ടി ഞാൻ പുറത്തേക്ക് കടന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ ഓണത്തിൻ്റെ ഒരു പൂ കണ്ടില്ലേ, ഇതിൻ്റെ പൂവിൻ്റെ പേരെന്താണാവോ അറിയത്തില്ല. അപ്പം നോക്കുമ്പോൾ കുറച്ച് കാന്താരിമുളക് നിൽപ്പുണ്ട്. എന്നാൽ അതൊന്നാ വേഗം പറിച്ചെടുത്തേക്കാന്ന്. അത് ഈ പിള്ളേരെയും കൂട്ടി വേഗം പറിച്ചെടുത്തേക്കുവാണേ. പറമ്പ് മൊത്തം കാന്താരി ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ പറിക്കും. പിന്നെ വിദേശത്തൊക്കെ ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു വിടും. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിലിട്ട് വെക്കും, വെളുത്തുള്ളിയും കാന്താരിമുളകും കൂടെ വിനാഗിരിയിലിട്ട് വെക്കും. അത് നല്ലതാട്ടോ, കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്നല്ലേ പറയുന്നേ. ഇത് കഴിഞ്ഞ ദിവസം ഒരു ബമ്പിളി മൂസിൻ്റെ ഷോർട്സ് ഇട്ടില്ലായിരുന്നോ? അതാട്ടോ, അത് ഇതുവരെ മൂത്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ അങ്ങപ്പുറേ വയലിൻ്റെ അക്കരെ കുറച്ച് തെങ്ങുണ്ട് കേട്ടോ. അത് ഞാൻ പറക്കാൻ വേണ്ടി പോയതാണേ. അത് പിള്ളേരെ കൊണ്ടുപോയില്ല. പിള്ളേരെ അവിടെ ആ നല്ല സ്ഥലത്ത് ഇരുത്തി വെച്ച് ഞാൻ പോയി. അവിടെ അപ്പടി കാടായതുകൊണ്ട് അവരെയും കൊണ്ടുപോയില്ല. അവിടെ നിന്നും കുറച്ച് കിട്ടി. അങ്ങനെ അതെല്ലാം കൂടെ പടക്കി എടുത്തപ്പോഴത്തേക്ക് ഞാൻ മടുത്തു. അങ്ങനെ നോക്കുമ്പോൾ പിള്ളേരിവിടെ ഇരുന്ന് കുഴിക്കുന്നു. ഇത് കണ്ടപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു പോയി കുറച്ച് നേരത്തേക്ക്. പണ്ട് നമ്മളിങ്ങനെ മണ്ണിനകത്തൊക്കെ കളിക്കും. ഇന്നിപ്പോൾ ആരെങ്കിലും മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടോ? അവർക്ക് ലാപ്ടോപ്പും ഫോണും മാത്രം മതി. പിന്നെ ഞാൻ അവരുടെ അടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ മുകളിലേക്ക് പോയി ആ തൊഴുത്തിനകത്ത് കൊണ്ടുപോയിട്ട് തേങ്ങയെല്ലാം പറക്കി കൂട്ടണം. അങ്ങനെ പിള്ളേരോട് വേഗം ഇങ്ങോട്ട് കൊണ്ടുത്തരാൻ പറഞ്ഞു. അവരതെല്ലാം പെട്ടെന്ന് കൊണ്ടുത്തരുവാണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ 5:45 താറാവിനെല്ലാം കൂടെ കൂട്ടിക്കയറ്റാറായി. എന്നാൽ പിന്നെ അതിറ്റങ്ങളെയും കൂടെ കൂട്ടിക്കയറ്റി വെച്ച് പോയാൽ പിന്നെ താഴേക്ക് പിന്നെ ഇറങ്ങി വരണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പം ഞാൻ ഐറ്റങ്ങളെല്ലാം കൂടെ കൂട്ടിക്കയറ്റട്ടെ കേട്ടോ. അത് എല്ലാം കൂടെ കഴിഞ്ഞ പിള്ളേർ പറഞ്ഞു നാളെ സ്കൂളിൽ പായസം വെക്കുന്നുണ്ട്, ഓണപ്പരിപാടിയാണ്. അപ്പോൾ അവർക്ക് 2 തേങ്ങ വേണമെന്ന്. എന്നാൽ പിന്നെ അതും കൂടെ പൊതിച്ച് കൊടുത്തേക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇത് കളപ്പുര കേട്ടോ. നമ്മൾ പണ്ട് മുകളിലത്തെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു നെല്ലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അപ്പം നമ്മൾ തേങ്ങയൊക്കെ പറക്കി കൂട്ടിയേക്കുന്നത്. അപ്പോൾ അവിടുന്ന് 2 തേങ്ങയും പൊളിച്ച് കൊടുത്തു.